ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റ് മോക്ക കോഫിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോഫിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്കും ഇഷ്ടമാവും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ട് വിപ്പ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ടോപ്പിങ്ങിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ വാനില എസൻസ് ആണ്, അതൊരു 1/2 ടീസ്പൂൺ മതി. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാൽ എടുത്തിട്ടുണ്ട് 1 ഗ്ലാസ്. പിന്നെ കോഫി എടുത്തിട്ടുണ്ട്. കോഫി ഒരു 3/4 ഗ്ലാസ് കോഫി എടുത്തിട്ടുണ്ട്. അപ്പോൾ കോഫി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല കടുപ്പത്തിൽ കോഫി ഉണ്ടാക്കുക. അപ്പോൾ 1 ടീസ്പൂണ് കോഫി പൗഡർ ചേർത്തിട്ടാണ് നമ്മൾ കോഫി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കോഫി പൗഡർ ചേർക്കണം. അതായത് ഡബിളായിട്ട് പൊടി എടുത്തിട്ട് കാപ്പി ഉണ്ടാക്കുക. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി ഇതുപോലെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കോഫി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് വൈറ്റ് ചോക്ലേറ്റും ഇട്ടുകൊടുക്കാം. ഇതിൽ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് നല്ലോണം മെൽട്ടാക്കിയിട്ട് അതുപോലെ നല്ലോണം ഒന്ന് തിളച്ച് പൊന്തണം. അതുവരെ മതി നമുക്കിത് അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഈ വൈറ്റ് ചോക്ലേറ്റിൽ അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ 50 ഗ്രാം എടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇനി അഥവാ നിങ്ങൾ നല്ലോണം മധുരം ഉപയോഗിക്കുന്നവരാണെങ്കിൽ മാത്രം ഒരു 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ ഇട്ടെടുക്കുന്നില്ല. കാരണം നമ്മൾ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ മിൽക്കി ബാർ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലാത്തവർ മിൽക്കി ബാർ ഉണ്ടല്ലോ, നമ്മുടെ കടകളിൽ നിന്നും കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കൂലേ, അത് വാങ്ങിയിട്ട് അതെടുത്താലും മതി കേട്ടോ. അത് വാങ്ങിയിട്ട് ഒരു 2-3 പീസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 2 ഗ്ലാസ്സിനുള്ള ഇത് ഉണ്ട്. കാരണം നമ്മൾ 1 ഗ്ലാസ് പാല് 3/4 ഗ്ലാസ് കോഫി എടുത്തുകൊണ്ട്. അപ്പം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ മെൽട്ടായിട്ട് ഇതാ ഇവിടെ ഇത് തിളക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ ഇനി ഇതിലോട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മതി കേട്ടോ, ഒരുപാടൊന്നും ആവശ്യമില്ല. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും നമ്മുടെ ഈ ഒരു കോഫിക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെർവ് ചെയ്യാം. ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് എടുക്കുകയാണ്. ഞാനിത് ആ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലോട്ട് നമുക്ക് ചോക്ലേറ്റ് കോഫി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ടോപ്പ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് 2 ഗ്ലാസ്സാണ് കേട്ടോ, കറക്റ്റ് 2 ഗ്ലാസ്സാണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു മോക്ക കോഫിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. കോഫി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മധുരം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. കിഡിലനാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. Thank you.